എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയനാണ് നമ്മളോടൊപ്പമുള്ളത്. ശ്രീമതി ഗീത കാർത്തികേയൻ, സ്വാഗതം. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള വികസന പദ്ധതികളാണ് പഞ്ചായത്ത് പ്രധാനമായും മുന്നിട്ടിറങ്ങുന്നത്. ഒപ്പം മാലിന്യമുക്ത നവകേരളത്തിനായി പഞ്ചായത്ത് നടത്തിവരുന്ന ഏറെ പ്രവർത്തനങ്ങളൊക്കെയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് പഞ്ചായത്തിന്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ എന്ന് ചുരുക്കത്തിൽ എങ്ങനെയാണ്? ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മിക്കവാറും കയർ മേഖലയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. എന്നാൽ ഇന്ന് കയർ മേഖലയ്ക്ക് ഒരു തകർച്ച വന്നപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെയാണ് ആൾക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വർഷങ്ങളായി അല്ലെങ്കിൽ ഒരു ജനകീയാസൂത്രണ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കാർഷിക മേഖലയ്ക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. മുൻ പ്രസിഡന്റായിരുന്ന പി സ്വാതന്ത്ര്യം അദ്ദേഹം ജനകീയാസൂത്രണ പ്രസ്ഥാനം വരുന്നതിന് മുന്നേ തന്നെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അയൽക്കൂട്ടം രൂപീകരിച്ചുകൊണ്ട് മുഴുവൻ കുടുംബങ്ങളെയും കൊണ്ട് കൃഷി ചെയ്യിക്കുന്ന പ്രവർത്തനം നടത്തി വന്നു. ആ പ്രവർത്തനം ഇന്നും തുടർന്നു വരുന്ന എല്ലാ ഭരണസമിതിയും കൃത്യമായി ചെയ്തു വരുന്നുണ്ട്. മുഴുവൻ വീട്ടുകാരെയും കൊണ്ട് കൃഷി ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ധാരാളം കർഷകര് പഞ്ചായത്തിലുണ്ട്. ഒരുപാട് യുവ കർഷകർ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സുജിത്തിനെ പോലെയുള്ള കർഷകർ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാമെന്ന് പുതിയതായ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ ശ്രീമതി നടത്തിപ്പോവുകയാണ്. ഗീത, കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം നൽകുമ്പോൾ ഒപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും മാലിന്യമുക്ത നവകേരളത്തിനായിട്ടും പഞ്ചായത്ത് ഒട്ടനവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നതല്ലേ? അതെ, മാലിന്യമുക്ത നവകേരളം സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. മാർച്ച് 30 മുമ്പേ കേരളം ഒരു സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള കേരള ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നു. മുഴുവൻ വീടുകളിലും ദ്രവമാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ബയോ ബിൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. എല്ലാ വാർഡിലും ഇപ്പോൾ തൽക്കാലം ഒരു MCF ഉണ്ട്, RRF ഉണ്ട്. എല്ലാം അങ്ങനെ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നു. 100% കളക്ഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സഞ്ചാര സൗഹൃദ റോഡുകൾ, അതുപോലെ തന്നെ റോഡുകളെല്ലാം സൈഡെല്ലാം വൃത്തിയായിക്കൊണ്ട് അവിടെയെല്ലാം ചെടി വെച്ചുകൊണ്ട് മാലിന്യം ഇടാത്ത തരത്തില് റോഡെല്ലാം കമനീയമാക്കുന്ന പ്രവർത്തനം കമനീയം കഞ്ഞിക്കുഴി എന്ന പേരിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ വഴി സരസ് മേള അടക്കം നടത്തിയുള്ള ഒരു ശ്രദ്ധ നേടിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയായിരുന്നു ഈ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതികളൊക്കെ ഈ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്? കുടുംബശ്രീ പ്രസ്ഥാനം രൂപം കൊണ്ടത് മുതൽ ഭരണസമിതി കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനത്തിനും ഒപ്പം നിന്നുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സ്ത്രീകളെയും സംരംഭകരാക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ഈ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല CDS ആയി കഞ്ഞിക്കുഴി CDSനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായി നടന്നു വരുന്നുണ്ട്. ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. വെസൽ ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മെഗാ ബേക്കറി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. മെഗാ ബേക്കറിക്കുള്ള ഉപകരണങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അധികം താമസിക്കാതെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. അങ്ങനെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്ന് എല്ലാ സ്ത്രീകൾക്കും വരുമാനം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത്. തീർച്ചയായും സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ എന്ന പര്യാപ്തമായിട്ടുള്ള ഒരു പഞ്ചായത്തായിട്ടാണ് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ നിരവധി പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടുണ്ടാവും. ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് തരണം ചെയ്തത്? ഈ ഒരു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്? എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് ഞങ്ങള് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭരണസമിതി ഒറ്റക്കെട്ടായി ടീം കഞ്ഞിക്കുഴി എന്ന പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അങ്ങനെ ടീമായി എന്നോടൊപ്പമുള്ള 17 മെമ്പർമാരും ഒന്നിച്ചു നിന്നുകൊണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായത്തോടുകൂടി എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് വലിയ വെല്ലുവിളി നേരിടാറില്ല. ടീം കഞ്ഞിക്കുഴിയുടെ ഒരു കൂട്ടായ പ്രയത്നം തന്നെയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വയോജനങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പുകളടക്കം ഉപകരണങ്ങൾ അടക്കം വിതരണം ചെയ്യുന്നത് എങ്ങനെയൊക്കെയുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്?
ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അവർക്ക് വേണ്ട ഉപകരണങ്ങള് ഡോക്ടർമാർ തന്നെ നിർദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. ബെഡ് സ്കൂൾ ഉണ്ട്. ബെഡ് സ്കൂളിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് അടക്കം ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ഇപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വരെ പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കലാമേള, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണകാലയളവിൽ എത്രത്തോളം സാധാരണ ജനങ്ങളിലേക്ക് എത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു? ഏറ്റവും പ്രധാനപ്പെട്ടമായി നേരിടുന്ന പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം, പാർപ്പിട നിർമ്മാണം അടക്കമുള്ള പദ്ധതികൾ. ഈ ഒരു പദ്ധതികളൊക്കെ എത്രത്തോളം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഗ്രാമപഞ്ചായത്തിലെ 100% കുടുംബങ്ങൾക്കും ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു നമ്മള് ശരിക്കും പഞ്ചായത്ത് അതിൽ ഏറെ തൃപ്തരാണ്. ഒരു കുടിവെള്ള പ്രശ്നം ഞങ്ങളുടെ പഞ്ചായത്തില് നിലവിൽ ഇല്ല. പിന്നെ പാർപ്പിടം ഈ കഴിഞ്ഞ ഭരണസമിതി മുതൽ ലൈഫ് ഭവന പദ്ധതിയിലൂടെ മിക്കവാറും എല്ലാവർക്കും തന്നെ വീട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ PMAY-യിലൂടെയും വീട് കൊടുത്ത് വരുന്നുണ്ട്. അതുപോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം അവർക്ക് വേണ്ടിയിട്ടുള്ള 54 കുടുംബങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു കുടുംബത്തിനാണ് ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ബാക്കി എല്ലാവർക്കും വീട്, അതുപോലെ തന്നെ ഒരു കുടുംബത്തിനെ വാടകയ്ക്ക് താമസിപ്പിക്കാനുള്ള അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിദരിദ്രം ഇല്ലാത്തൊരു പഞ്ചായത്തായി കഞ്ഞിക്കുഴിയെ ഉടനെ പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ എത്രത്തോളമാണ്? അതുപോലെ തന്നെ സ്മാർട്ട് അംഗനവാടികൾ അടക്കമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. 2 LP സ്കൂളുകളാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ളത്. ആ 2 LP സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ട്. 4 ക്ലാസ് റൂമുകൾ വീതം സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അവിടെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അവിടെ വേണ്ട കിച്ചന്റെ സൗകര്യങ്ങള്, അതുപോലെ തന്നെ അവിടുത്തെ കുടിവെള്ള പ്രശ്നങ്ങള്, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത്. അതുപോലെ അംഗൻവാടി, ഇപ്പൊ ഒരു അംഗൻവാടിക്ക് മാത്രമാണ് സ്വന്തമായി സ്ഥലമില്ലാത്തത്. ബാക്കി എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായ സ്ഥലമുണ്ട്. സ്മാർട്ട് അംഗൻവാടികളുണ്ട്. അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ സഹായത്തോടുകൂടി അംഗൻവാടികളെല്ലാം തന്നെ ഏറ്റവും നല്ല കെട്ടിടങ്ങൾ പണിത് കുട്ടികൾക്ക് ഏറ്റവും ആകർഷകമായ തരത്തിലുള്ള ഫർണിച്ചർ അടക്കം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 16-ാം വാർഡിലെ ഒരു അംഗൻവാടിക്ക് ഒരു ലൈബ്രറി തന്നെ, കുട്ടികൾക്കുള്ള ലൈബ്രറി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറെ കുട്ടികൾ ഇന്ന് 30 അംഗൻവാടികളിൽ 29 എണ്ണത്തിന് നമുക്ക് സ്ഥലം വാങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കെട്ടിടങ്ങളും ആയിട്ടുണ്ട്. ഒരു അംഗൻവാടിക്ക് മാത്രമാണ് കെട്ടിടം വെക്കാൻ കഴിയാത്തത്. വിദ്യാഭ്യാസ മേഖലയിലടക്കം നിരവധി പദ്ധതികളാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് നടത്തിവരുന്നത്. ഗതാഗതം, ഗ്രാമീണ മേഖലയിലുള്ള ഗതാഗതം, വഴിവിളക്ക് സംവിധാനം എന്നിവയൊക്കെ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? വഴിവിളക്ക് ഇപ്പോൾ മിക്കവാറും എല്ലാ റോഡുകളിലും വഴിവിളക്കുണ്ട്. ഗതാഗത പ്രശ്നം നമ്മളെ വലുതായിട്ട് ബാധിക്കുന്നില്ല. നിരവധി റോഡുകളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ റോഡുള്ള ഒരു പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. മിക്കവാറും റോഡുകളെല്ലാം നല്ല നിലയിൽ തന്നെ ഉണ്ട്. കുറച്ച് റോഡുകൾ മാത്രമാണ് താറുമാറായിട്ടുള്ളത്. ഈ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമ്മൾ ഏതാണ്ട് 82 റോഡുകൾ ഇപ്പോൾ നിർമ്മിച്ചു വരുന്നുണ്ട്. കുറച്ച് പുനർനിർമ്മാണം നടത്തി വരുന്നുണ്ട്. ഏതാണ്ട് 1,60,00,000 രൂപ ഈ മേഖലയില് തൊഴിലുറപ്പ് ണ്ട്. അതുകൂടാതെ 1,60,00,000 രൂപ പഞ്ചായത്തിന്റെ ഫണ്ട് തന്നെ, റോഡ് ഫണ്ട്, പഞ്ചായത്ത് ഫണ്ടും കൂടെ ചേർത്തുകൊണ്ട് റോഡ് നന്നാക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നു. റോഡിന്റെ കാര്യത്തില് ഏതാണ്ട് മിക്കവാറും എല്ലാ വീടുകൾക്കും റോഡെന്ന അവസ്ഥയിലേക്ക് പഞ്ചായത്ത് എത്തിവരികയാണ്. കാർഷിക മേഖലയിൽ പോലെ തന്നെ ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? വികസന പദ്ധതികളൊക്കെ എങ്ങനെയാണ്? ആരോഗ്യ മേഖലയിലെ നമുക്കുള്ള ആശുപത്രികൾ, ഒരെണ്ണം FHC ആണ്, കുടുംബാരോഗ്യ കേന്ദ്രം. അവിടെ ആവശ്യത്തിന് കെട്ടിടമുണ്ട്. ഇപ്പൊ 1 കോടി രൂപ മുടക്കി പുതിയൊരു കെട്ടിടം വെച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു കാര്യം കൂടെ കഴിഞ്ഞാൽ അതിന്റെ ഉദ്ഘാടനം നടത്താനായിട്ട് കഴിയും. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, അതിനുവേണ്ട മരുന്ന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പഞ്ചായത്ത് നല്ല നിലയിൽ തന്നെ പണം മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ ജീവിതശൈലി രോഗ ക്ലിനിക്കുകൾ ഏതാണ്ട് തൊട്ടടുത്ത കുറച്ച് വീടുകളെ ചേർത്ത് ഒരു ക്ലിനിക്ക് എന്ന പോലെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഓരോ സബ് സെന്ററും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മാസത്തിലും ഒരു ദിവസം BP, ഷുഗർ പോലെയുള്ള ചെക്കിംഗ് സൗകര്യം വീട്ടമ്മമാർക്കെല്ലാം വന്ന് ഇതെല്ലാം ചെയ്യുന്നുള്ള സൗകര്യം കിട്ടുന്നുണ്ട്.
ആലപ്പുഴ ജില്ലയാണ് നിരവധി ടൂറിസം സാധ്യതകളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രകൃതി അന്തരീക്ഷം എങ്ങനെയാണ്? ടൂറിസം മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ടൂറിസം മേഖലയ്ക്ക് ഞങ്ങൾ ചെറിയൊരു സാധ്യതയുണ്ട്. ഒരു എ എസ് കനാലിൽ നിന്ന് നവീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ടൂറിസം ആക്കി മാറ്റുന്നതിന് വേണ്ടി സാധിക്കും. പക്ഷേ എ എസ് കനാൽ നവീകരിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇറിഗേഷൻ അതിനുള്ള അനുവാദം തരുന്നില്ല. ഇറിഗേഷന്റെ അണ്ടറിലാണ് ഈ എ എസ് കനാൽ ഉള്ളത്. ഇറിഗേഷന്റെ ഒരു തടസ്സം കൊണ്ട് അന്ന് ആ പദ്ധതി നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. എ എസ് കനാൽ നവീകരിച്ചുകൊണ്ട് ടൂറിസം ശരിക്കും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ ഇനിയുള്ള തുടർന്നുള്ള നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഭാവി പരിപാടികൾ എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്തിന്റെ ഏതെങ്കിലും പദ്ധതികൾ ഇനി പൂർത്തിയാക്കാനുണ്ടോ? പൂർത്തിയാക്കാനുള്ള പദ്ധതി തുടങ്ങി വെച്ച കുറേയേറെ പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മെഗാ ബേക്കറി തുടങ്ങണം, കുറേയേറെ പേർക്ക് തൊഴിൽ കൊടുക്കണം. സർക്കാരിന്റെ എന്റെ തൊഴിൽ എന്റെ അഭിമാനം ഇപ്പോൾ വിജ്ഞാൻ കേരള എന്നുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നന്നായി നടപ്പിലാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലെ മുഴുവൻ യുവതി യുവാക്കൾക്കും തൊഴിൽ നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. പിന്നീട് ആഗ്രഹിക്കുന്നത് മുഴുവൻ റോഡുകൾക്കും വഴിവിളക്കുകൾ, മുഴുവൻ റോഡുകളും നന്നാക്കുക, അതുപോലെ തന്നെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങൾക്കും തൊഴിൽ നേടിക്കൊടുക്കുക എന്നൊക്കെയാണ് പഞ്ചായത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് എടുത്തു പറയേണ്ട ഒരു പദ്ധതി. ആ ഒരു പദ്ധതിയെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ്? ഡിജിറ്റൽ സാക്ഷരത സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പഞ്ചായത്ത് അത് ഏറ്റെടുക്കുകയും കുടുംബശ്രീയെ അതുപോലെ തന്നെ യുവാക്കളെയും യുവതികളെയും ഒക്കെ ചേർത്തുകൊണ്ട് മുഴുവൻ പേരെയും ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നു. അത് ഏതാണ്ട് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. പുഷ്പോത്സവം അടക്കമുള്ള ഉത്സവങ്ങൾ, നാടിനെ ആഘോഷമാക്കിയുള്ള ഉത്സവങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നുണ്ടല്ലേ? അതെ അതെ, സുജിത്തിനെ പോലുള്ള കർഷകർ സൂര്യകാന്തി ഏതാണ്ട് 2.5 ഏക്കർ പാടത്ത് സൂര്യകാന്തി വളരെ ഭംഗിയായി പരിചരിച്ചു. കുറേയേറെ ആൾക്കാർ, എനിക്കൊന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് വരെ ആൾക്കാര് ആ കാഴ്ച കാണാനായിട്ട് വന്നിരുന്നു. അങ്ങനെ വളരെ പേര് കേട്ട ഒരു പ്രവർത്തനമായിരുന്നു ആ സൂര്യകാന്തി പാടം എന്ന് പറയുന്നത്. പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നുണ്ടോ? അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ? വേനൽക്കാലം അടുക്കുകയാണ്, കുടിവെള്ളക്ഷാമം ഇനി രൂക്ഷമാകുന്ന കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പഞ്ചായത്ത് കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ട്? നിലവിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം ഇല്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതി മുഴുവൻ വീടുകൾക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ കുടിവെള്ളത്തിനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നന്ദി ശ്രീമതി ഗീത കാർത്തികേയൻ. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ. കാർഷിക മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ഒക്കെ ഊന്നൽ നൽകിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. നന്ദി ശ്രീമതി ഗീത കാർത്തികേയൻ.